ആണവ ബോംബുകൾ ഭൂമിയുടെ പരിസ്ഥിതി, കാലാവസ്ഥ, ആരോഗ്യം എന്നിവയിൽ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. ഘടനകളെയും ജീവജാലങ്ങളെയും നശിപ്പിക്കുന്നു. പരിസ്ഥിതിക്ക് തീ, പൊള്ളൽ എന്നിവയ്ക്ക് കാരണമാകുന്നു. വായു, ജലം, മണ്ണ് എന്നിവയെ മലിനമാക്കുന്നു. ഇത് മുഴുവൻ ആവാസ വ്യവസ്ഥയെയും ബാധിക്കുന്നു. റേഡിയോ ആക്റ്റീവ് മലിനീകരണം ഭക്ഷ്യ ശൃംഖലയെയും ആവാസ വ്യവസ്ഥയെയും മാറ്റുന്നു. കൃഷിയെയും മനുഷ്യ ഉപഭോഗത്തെയും ബാധിക്കുന്നു. ആഗോള കാലാവസ്ഥ മാതൃകകളിൽ സാധ്യമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. ഈ സാഹചര്യങ്ങൾ ദൈവിക ഇടപെടലാണെന്നുള്ള എബ്രായ വേദപുസ്തകത്തിൻ്റെ അവസാന പുസ്തകമായ വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ അന്ത്യനാളുകളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, ക്രിസ്തുവിൻ്റെ രണ്ടാമതും അവസാനവുമായ വരവിൻ്റെ ദർശനങ്ങൾ, അന്തിമ വിജയവും ആദിമ ക്രിസ്തീയ നേതാക്കൾക്കുള്ള കത്തുകൾ, ലോകത്തിൻ്റെ സമ്പൂർണ്ണ നാശത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളും വിവരങ്ങളും, ദൈവത്തിൻ്റെ ആത്യന്തികതയുടെ വിവരണങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുന്നതിൽ വിശ്വസ്തത പുലർത്താൻ പ്രോത്സാഹിപ്പിക്കുന്ന സന്ദേശങ്ങൾ എന്നിവ ഉൾപ്പെട്ടിരിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യനിർമ്മിത ദുരന്തങ്ങളും ചിലപ്പോൾ ദൈവിക വിധി അല്ലെങ്കിൽ ദൈവകോപം, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളും അനന്തരഫലങ്ങൾ ആത്മീയ വളർച്ചയ്ക്കുള്ള അവസരങ്ങളായി കാണപ്പെടുന്നു. വെളിപ്പാടിൻ്റെ പുസ്തകം 8-ാം അധ്യായം 7-ാം വാക്യം. ഒന്നാമത്തെ ദൂതൻ കാഹളം ഊതി. അപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിൽ പതിച്ചു. ഭൂമിയിൽ 1/3 വെന്തുപോയി. വൃക്ഷങ്ങൾ 1/3 വെന്തുപോയി. എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. അണുബോംബുകളുടെ വിനാശകരമായ ഫലങ്ങൾ മനുഷ്യൻ്റെ വിഡ്ഢിത്തത്തിൻ്റെയും വിനാശകരമായ ശേഷിയുടെ പ്രകടനമായി കാണാവുന്നതാണ്. ധാർമ്മിക ഉത്തരവാദിത്തമില്ലാത്ത ശാസ്ത്ര പുരോഗതിയും അനന്തരഫലവും പ്രകൃതിയിൽ നിന്നും മനുഷ്യരാശിയുടെ പരസ്പര ബന്ധത്തിൻ്റെ പ്രതിഫലനവുമാണ്. എബ്രായ വേദപുസ്തകമായ ബൈബിൾ പശ്ചാത്തലത്തിൽ പരിഗണിക്കുമ്പോൾ ആണവ വിനാശത്തെ ദൈവിക ന്യായവിധി, മാനസാന്തരത്തിനുള്ള ആഹ്വാനവും ദൈവക്രോധത്തിൻ്റെ പ്രകടനവുമാണ്. ന്യായവിധി നടപ്പാക്കാൻ ദൈവം പ്രകൃതി ദുരന്തങ്ങളെയും ഉപയോഗിക്കുന്നു. മാനുഷിക പ്രവർത്തനങ്ങൾക്ക് അനന്തരഫലങ്ങൾ ഉണ്ടാകും.